ഹലോ ഫ്രണ്ട്സ്, TJ ക്രിയേറ്റീവ് വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കാന്താരി ഉപ്പിലിട്ടാലോ? അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ തന്നെ കൃഷി ചെയ്ത കാന്താരിയാണ് കേട്ടോ. അപ്പോൾ കാന്താരി മുളകിന് എല്ലാം ചുരുണ്ട് പോകുന്നു, ഇങ്ങനെ മുരടിച്ച് പോകുന്നതൊക്കെ ഒരുപാട് പരാതികൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ടിപ്പ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ടത് ഓരോ മുളകും ഇതുപോലെ നെടുകെ കീറി വേണം ഇടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ട് വരും. പിന്നെ ഈ കാന്താരി മുളകിൽ വിറ്റമിൻ എയും സിയും ബീറ്റ കരോട്ടിനും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ നല്ലതാട്ടോ. അപ്പോൾ കഞ്ഞി കുടിക്കുമ്പോൾ 2 എണ്ണമൊക്കെ കഴിച്ചാൽ സൂപ്പറാണ്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് ഉപ്പാണ്. ആദ്യമേ ഉപ്പ് നമുക്ക് ആവശ്യത്തിലും ഇത്തിരി കൂടി കൂടുതൽ വേണം ഉപ്പിടാനായിട്ട്. അപ്പോൾ ഉപ്പ് ഇത്തിരി മുൻപേ നിൽക്കുക, ആ രീതിയിലിടുക. അതിനുശേഷം ഇതിന് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഒരാഴ്ച കൊണ്ട് അത് നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണത്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്